ഗാസയിൽ ഭക്ഷണവും മറ്റു സഹായങ്ങളും എത്തിക്കുന്നതിനിടെ വൻ ദുരന്തം. വിമാനങ്ങളിൽ നിന്ന് താഴേക്കെറിഞ്ഞ ഭക്ഷണ പാക്കേജ് ദേഹത്തേക്ക് വീണ് 5 പലസ്തീനികൾക്ക് ദാരുണാന്ത്യം. പാക്കേജുകളിൽ ഘടിപ്പിച്ചിരുന്ന പാരച്യൂട്ടുകൾ തുറന്നിരുന്നില്ല. ഭക്ഷണത്തിനായി തടിച്ചുകൂടിയ പലസ്തീനികളുടെ ദേഹത്തേക്ക് ഭാരമുള്ള ഈ പാക്കേജുകൾ വളരെ വേഗത്തിൽ വന്ന് വീഴുകയായിരുന്നു. അപകടത്തിൽ അനേകം പേർക്ക് പരിക്കും ഏറ്റിട്ടുണ്ട്. ഗാസയുടെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് അപകടം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പട്ടിണി മരണം അതിരൂക്ഷമായ ഗാസയിൽ ഇത്തരത്തിലുള്ള ഭക്ഷണ വിതരണം കൊണ്ട് ഉപയോഗമൊന്നുമില്ലെന്നും എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം മാത്രമാണ് ഇതെന്നും മീഡിയ ഓഫീസ് ആരോപിച്ചു. ഇത്തരത്തിലുള്ള ഭക്ഷണ വിതരണം അപകടങ്ങളുണ്ടാക്കും എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും ഇവർ അറിയിച്ചു. ഗാസയിൽ ഭക്ഷണം എത്തിക്കുവാൻ അതിർത്തി തുറന്നു കൊടുക്കുകയാണ് ഒരേ ഒരു പരിഹാരമെന്നും അധികൃതർ പറയുന്നു. ഗാസയിലേക്കുള്ള ഭക്ഷണ വിതരണം ഇസ്രായേൽ സൈന്യം തടഞ്ഞു വച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഭക്ഷണം വാങ്ങുവാനായി എത്തിയ പലസ്തീൻകാർക്കു നേരെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വെടിയുതിർത്തതിനെ തുടർന്ന് 118 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതേ തുടർന്ന് സമ്മർദ്ദത്തിലായ അമേരിക്കയാണ് വിമാനങ്ങളിൽ നിന്ന് ഭക്ഷണം എറിഞ്ഞു കൊടുക്കുവാൻ തീരുമാനിച്ചത്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഇസ്രായേലിനെ പിണക്കാതെ എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ജനുവരി 23 മുതൽ ഗാസയിലേക്കുള്ള ഭക്ഷണ വിതരണം ഇസ്രായേൽ തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഗാസയിൽ 5 ലക്ഷത്തോളം പേരാണ് പട്ടിണി മരണത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്നത്. ദുർലഭമായ ഭക്ഷണത്തിനായി ജനങ്ങൾ തിങ്ങിക്കൂടുമ്പോൾ സൈന്യം അവരെ ആക്രമിക്കുകയാണ്. പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് അമേരിക്ക, ജോർദാൻ, സൗദി അറേബ്യ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ വിമാനം വഴി ഭക്ഷണവും മരുന്നുകളും എയർ ഡ്രോപ്പ് ചെയ്യുവാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ വളരെ ചെലവേറിയ ഈ മാർഗം തികച്ചും അപകടകരവും അപ്രായോഗികവുമാണെന്ന് സംഭവം തെളിയിക്കുന്നു. ഗാസയിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വെറും 6 ടൺ ഭക്ഷണം മാത്രമേ ഇങ്ങനെ വിതരണം ചെയ്യുവാനാകൂ. അതേസമയം ട്രക്കുകൾ വഴി ഇതിന്റെ എത്രയോ ഇരട്ടി വിതരണം ചെയ്യുവാൻ സാധിക്കും. 23 കുട്ടികളാണ് ഗാസയിൽ ഇതുവരെ പട്ടിണിയും ജലദൗർലഭ്യവും കൊണ്ട് മരണമടഞ്ഞത്. വെടിനിർത്തൽ ഉണ്ടായാലേ ഗാസയിൽ ഭക്ഷണ വിതരണം പുനഃസ്ഥാപിക്കുവാനാകൂ. റമദാൻ മാസം അടുത്തിരിക്കുന്ന വേളയിലും വെടിനിർത്തലിനുള്ള സാധ്യതയൊന്നും കാണുന്നില്ലെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിക്കുന്നത്. മനുഷ്യാവകാശ സംഘടനകളും ഐക്യരാഷ്ട്രസഭയും വെടിനിർത്തലിനും പട്ടിണി മരണം തടയുവാനും മുറവിളി കൂട്ടുന്നുണ്ടെങ്കിലും ഗാസയിലെ ദുരന്തം ഒഴിവാക്കാനാവാത്ത നിലയിലേക്കാണ് പോകുന്നത്.